മലയാളികളുടെ ഇന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അതിഥിയാണ് വീണ്ടും ദുബൈയിൽ മരുഭൂമിയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഷുക്കൂർ എന്ന നജീബുക്ക ഇതാ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. നജീബുക്ക, സ്വാഗതം. വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് 8 പേർക്ക് ഈ ദുബായിൽ മണ്ണി ചവിട്ടാൻ വേണ്ടി ഒരവസരം തന്ന സ്മാർട്ട് ട്രാവൽസിൻ്റെ MD ആയ അഫീഖാക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ആ കണ്ണിലെ തിളക്കം എന്താണ് ഇപ്പോഴും പറയുന്നത്? അന്ന് അനുഭവിച്ച വേദനകളെ ഓർമ്മിപ്പിക്കുകയാണോ? അല്ല, അന്ന് അനുഭവിച്ച വേദനകളെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം നമ്മൾ വന്നത് ഇപ്പോൾ 5 ദിവസത്തെ ഒരു വിസിറ്റിങ്ങിനായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ജോലിക്കൊന്നും അല്ലാത്തത് കൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം തിരിച്ചുടനെ തന്നെ അങ്ങ് പോവല്ലേ, അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, എവിടെ ചെന്നാലും ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, ഫോട്ടോ എടുക്കാനും മറ്റുമായിട്ട് വരുന്നുണ്ട്. ഈ പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും നേരിടുമ്പോൾ ഒരു ദുർബല മനസ്സാണ് പ്രത്യേകിച്ച് യുവസമൂഹത്തിനുള്ളത്. അവരോട് എന്താണ് ഉപദേശിക്കാനുള്ളത്? ഞാൻ ഇതിനെക്കാട്ടി ഒരുപാട് കഷ്ടതകളും മരണത്തോട് മല്ലിട്ട് വരെ ഇരുന്ന അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ അതൊന്നും ചെയ്യാതിരുന്നത് ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ മതത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം എൻ്റെ മനസ്സ് തോന്നുന്നുണ്ട് ആത്മഹത്യ ചെയ്യാം. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറ്റുവാണ്. അള്ളാഹുവിൻ്റെ ഒരു കഴിവായിരുന്നെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഞാനതുപോലെ ചെയ്തു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് എനിക്ക് ഇതുപോലുള്ള ഇങ്ങനെയൊക്കെയുള്ള ദുബായ് വരാനും ഇതുപോലെ സെലിബ്രിറ്റികളൊക്കെ ആകാനും നല്ല നല്ല ഒരുപാട് അനുഭവങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. എൻ്റെ വാപ്പ അന്ന് ആദ്യമായിട്ട് കരഞ്ഞു കാണുന്ന അന്ന്. ഒരിക്കൽ കൂടി അറബ് മണ്ണിൽ കാലുകുത്തിയ നജീബും കുടുംബവും ഗൾഫ് മാധ്യമത്തോട് മനസ്സു തുറക്കുന്നു.